സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് എക്സാം അഥവാ ഡേ 2 ഓഫ് ദി എക്സാമിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, ലാംഗ്വേജുകളിൽ വില്ലനായ ഇംഗ്ലീഷിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഗൈസ്, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ഇന്നലത്തെ കണക്ക് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലത്തെക്കാളും ഒരു പേജ് കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ 7 പേജുള്ളായിരുന്നു, ഇന്ന് 8 പേജുണ്ട്. അത്രയേ ഉള്ളൂ ഇതിനകത്തൊരു വ്യത്യാസം. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻസിൽ പറഞ്ഞാൽ മതി. ഒരു മൊത്തത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അറിയാം. ഇംഗ്ലീഷ് എക്സാമിലാണെങ്കിൽ പിള്ളേരെല്ലായിരുന്നു തകർത്തിരുന്നത് കൈയൊടിയത് ഇത് തന്നെയായിരുന്നു കേസ്. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് കൈ വയ്യ കേസ്, തീരെ വയ്യ കൈ. ഈ കൈ ഇവിടെ ഇല്ല കേസ്, ഇവിടെ ഭയങ്കര വേദന എടുക്കും കയ്യിൽ. ഞാൻ ഇങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന് കൊച്ച് അയ്യോ വയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ ഒരു സംഭവം പറയാം കേസ്. നമുക്ക് ഈ ഇംഗ്ലീഷ് എക്സാം 80 മാർക്കിനാണ്. പൊതുവേ 2.5 മണിക്കൂറാണ് 80 മാർക്കിന് കൊടുക്കുന്നത്. പക്ഷേ 2.5 മണിക്കൂറിൽ കൂടുതൽ എഴുതാനുണ്ട് ഇതിനകത്ത്. സമാധാനമായിട്ട് എഴുതുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല അക്ഷരത്തിൽ എഴുതി ലാസ്റ്റ് കയറി വള ഒക്കെ ചെയ്യാറ്. പക്ഷേ ഞാൻ ആദ്യമേ വള ആക്കി എഴുതിയത്. കാരണം എന്ന് വെച്ചാൽ സമയം കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടുന്നേ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോയത്. എക്സാം ചിലപ്പോൾ ടഫാവും. ഇംഗ്ലീഷ് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ടഫാവുന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ 10th പഠിക്കുമ്പോൾ. സോ ഇവിടുന്ന് ഞാൻ പ്രതീക്ഷിച്ചാൽ പോയത് ടഫായിരിക്കും, സമയം കുറവായിരിക്കും, ഉറപ്പാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ വെച്ച് പറക്കുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞാൻ ഇത് വെക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹൂ ഈസ് ഐ റെഫർ ടു ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലേ. എൻ്റെ വില്ലേജ് ബോയ് ആണ് അതിൻ്റെ ആൻസർ. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ലെന്നാണ് വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ ഒന്നും ചോദിച്ചു അങ്ങനത്തേക്ക് അപ്പോൾ ചോദിക്കും എന്നൊരു കാര്യം മനസ്സിലായി, എനിക്കറിയായിരുന്നു. സോ ആ ഭാഗം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ അടുത്തേന്ന് പറയുമ്പോൾ നമ്മുടെ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്കിലെ കുറച്ച് പാസേജ് എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞത്. അതും സിമ്പിളായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. റൈം സ്കീം ഞാൻ അപ്പരുന്ന് കണ്ടുപിടിച്ച് ABB CCDD ഓക്കെ, അത് അത്രയേ ഉള്ളായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ആ ഭാഗത്ത്. പിന്നെ അടുത്തേന്ന് പറയുമ്പോൾ 9 to 12 വരെ 3 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. 3 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി 9ാമത്തെ ഞാൻ എഴുതി ഏതൊക്കെയാണെന്ന് പറയാം ഗൈസ്. 9, 11, 12 എഴുതി. ഈ 2 മാർക്കിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ഒരു പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 മാർക്കിന് എഴുതാനുണ്ടായിരിക്കും. ഞാൻ എന്തായാലും കുറച്ച് സെൻറ്റൻസ് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അര പേജ് വന്ന് കഴിച്ചു 2 മാർക്കിൻ്റെ. കാരണം എനിക്ക് അതിനേക്കാൾ ചുരുക്കി എഴുതാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചത് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അതങ്ങ് എഴുതി, കുഴപ്പമില്ല. ഞാൻ ആദ്യമേ വെച്ച് പറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഞെട്ടി എന്താ പറയുക, റിപ്പോർട്ട് സ്പീച്ച് എന്താ ഞെട്ടിയത്. സാധാരണ നമ്മൾ 10th പഠിക്കുക റിപ്പോർട്ട് സ്പീച്ച് എന്താ കുറച്ച് സെൻറ്റൻസ് എന്നിട്ട് ഇതെന്തുവാ ഇത് പാരഗ്രാഫ് കയറി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ. ഞാൻ അത് കണ്ടപ്പോൾ ആ ഭാഗത്തോട്ടേ ഞാൻ പോയില്ല, ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പക്ഷെ എനിക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. വെറുതെ നമ്മളെ കൊണ്ട് തെറ്റിക്കേണ്ട ആവശ്യമുണ്ട്, തൊണ്ട വരെ ശരിയാവുന്നില്ല, ആവശ്യമില്ലല്ലോ. സോ അടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഞാൻ ചാടിയത്. എന്നിട്ട് ഞാൻ ഈ 2 ഒന്നും എഴുതിയിട്ട് ഞാൻ നേരെ ചാടിയത് ഈ essay ക്വസ്റ്റ്യൻ നോക്കട്ടെ, 8 മാർക്കിൻ്റെ. അല്ലെങ്കിൽ വേറെ വഴി കിട്ടത്തില്ല കേസ്. essay ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ എഴുതിയാൽ പിന്നെ നമുക്ക് സമയം കിട്ടും, മനസ്സിലായോ. അഥവാ മറ്റേ പറഞ്ഞ് വിട്ടാലും 4 മാർക്ക് പോകത്തുള്ളൂ. പക്ഷേ ഇത് 8 മാർക്ക് ഊരകാണം കയറി വിട്ടുപോയാൽ. ട്രാവൽസ് എഴുതിയെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ അടുത്തിടെ അങ്ങ് ദൂരെ ട്രിപ്പൊന്നും പോയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പോയ ശബരിമലയിലെ ട്രിപ്പായിരുന്നു വെച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് പോയി എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ തകർത്ത് എഴുതി വെച്ച്, എല്ലാം നല്ല സൂപ്പറായിട്ട് എഴുതി വെച്ച്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എഴുതിയത്. പിന്നെ ഞാൻ നമ്മുടെ ഒറാറ്ററി ക്ലബ്ബ് നടത്തി ഈ ഒരു സ്പീച്ച് ഉണ്ടല്ലോ, ഈ സ്പീച്ചിൻ്റെ എഴുതി. സ്പീച്ചൊക്കെ എനിക്ക് എനിക്ക് ഈ സ്പീച്ച് എഴുതുക പണ്ട് മതി ഇങ്ങനെ എക്സ്പ്രഷൻ വരും. ഞാൻ അപ്പം ഇതാദ്യം എഴുതിയത്, എന്നിട്ടാണ് ട്രാവലേഴ്സ് എഴുതിയത്. ഇത് കുറച്ച് ചിന്തിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്പീച്ചൊക്കെ എഴുതിയപ്പോഴത്തേ ഇപ്പം 8 മാർക്ക് എഴുതി കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ്. ഇനി ആകെ 1 മണിക്കൂറുള്ളൂ. ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് 6 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ എഴുതി തീർക്കണം. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു എത്രയായിരുന്നു, ഒരു 3:27 എങ്ങാണ്ടായി ഞാൻ അത് എഴുതി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആലോചിച്ചിട്ട് നമ്മളൊക്കെ അതിനകത്ത് കുറേ എഴുതാനുണ്ടായി. ഞാൻ 2 പേജ് ഒരു പേപ്പറിന് 2 ഭാഗം, വേറൊരു പേപ്പറിന് 2 ഭാഗം വെച്ചാൽ ഈ 8 മാർക്കിൻ്റെ essay എഴുതിയ. പിന്നെ ഞാൻ നേരെ 6 മാർക്കിലൂടെ എഴുതി. അതിനകത്ത് പ്രസി റൈറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ്, ഈ ലാസ്റ്റിന് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പ്രസി റൈറ്റിംഗ് നോക്കിയപ്പം കുറച്ച് വായിച്ചു കിടക്കും. ഞാൻ വിചാരിച്ചത് അത് പിന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആദ്യം പോയി നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മറ്റേ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഇതില്ലേ അത് വെച്ച് എഴുതി.
ഞാൻ ബോക്സ് വരയ്ക്കാൻ മറന്നു. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി വലുതായിട്ട് ബോക്സൊക്കെ വരച്ചു. ഞാനൊക്കെ കാണുന്നില്ല, വണ്ടിയൊക്കെ തിരിക്കുന്നതൊക്കെ ആയിരുന്നു, പേപ്പറൊക്കെ ഇട്ടൊക്കെ കിടാക്കിടാന്ന് പറഞ്ഞ് തിരിക്കുന്നത്. കാരണം സമയമില്ല, നമുക്ക് പേടി ഭയങ്കര പേടി. എനിക്കറിയായിരുന്നു ഓൾറെഡി സമയം കിട്ടുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഭയങ്കര പേടിയായിരുന്നു, മനസ്സിലായോ? പിന്നെ 22ാമത്തെ മറ്റേ ക്യാരക്ടേഴ്സ്, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ആ 2 ക്യാരക്ടേഴ്സിനെ പറ്റി ഇങ്ങനെ ഇഷ്ടമായിരുന്നു. എനിക്ക് ക്യാപ്റ്റൻ സ്മിത്താണ് കുറച്ചുകൂടി ഇഷ്ടം, അങ്ങനല്ല, പക്ഷെ എന്തോ അങ്ങേറോടാണ് കുറച്ചൊരു അഫെക്ഷൻ തോന്നുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ നേരെ പിന്നെ അങ്ങ് എഡിറ്റിങ്ങിലോട്ട് പോയി. മറ്റേത് ഇരുന്നതിന് മുമ്പ് ഞാൻ നേരെ അങ്ങ് എഡിറ്റിങ്ങിൽ പോയി. കാരണം എഡിറ്റിങ് കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ എഡിറ്റിങ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. 4 മിസ്റ്റേക്സാണ് വന്നത്. ടോമിൻ്റെ അടുത്തും പിന്നെ ഇവിടെയൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്സ് വന്നത്. ഇത് തന്നെയാണോ നമ്മുടെ ആൻസറൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ ഞാൻ അത് എഴുതി കഴിഞ്ഞ ഉടനെ ഞാൻ മറ്റേ ഹസനെ കാണുന്ന കാര്യം എഴുതി. ഹസനെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഇതാന്ന് ചോദിച്ചു. ലാസ്റ്റ് നിങ്ങൾ എവിടെ പോകുന്നത്, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് പോകാന്നൊക്കെ പറയാം, ഞങ്ങൾ ഒരു സ്ഥലത്തെങ്ങാണ്ട് പോകുന്നതെന്നൊക്കെ എഴുതി വെച്ച് അങ്ങനെ അത് എഴുതി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം സെമിനാർ റിപ്പോർട്ട് എടുക്കുന്നത്. സെമിനാർ പ്രോഗ്രാം ചാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനാണെങ്കിൽ എക്സാം ഹോളിൽ ചെന്നിട്ട് കുറച്ചേരം ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു വെക്കാം. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു വെക്കാം. പെട്ടെന്ന് ഞാൻ പോയി സെമിനാർ റിപ്പോർട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സെമിനാർ റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കിയില്ലല്ലോ. പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് വായിച്ചു കൂടി ചെന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നു. വായിച്ച് നോക്കിയില്ലായിരുന്നേ പറയണ്ട, 3G ആയേനെ. എന്നിട്ട് പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് പ്രസി റൈറ്റിംഗ് ആപ്പിൽ എഴുതിയിട്ടില്ലേ ഞാൻ നേരെ എങ്ങോട്ട് പോയി, നമ്മുടെ ഇതിനകത്തോട്ട് പോയി പ്രൊഫൈൽ എഴുതാൻ പോയി. പ്രൊഫൈൽ അങ്ങ് എഴുതിയിട്ട് പിന്നിലെ 4 ആർഗ്യുമെൻറ്റ്സ് എഴുതി. അത് നമ്മൾ തകർത്തൊക്കെ തള്ളി കയറ്റിയെടുത്ത് വെച്ച് തന്നിട്ട് പിന്നെ നമ്മൾ ഈ പ്രൊഫൈൽ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ചെയർമാന് മാഗിക്ക് അത് പറയുന്നത്. അത് പക്ഷേ ഒരുപാടൊന്നുമില്ല. ഞാൻ അത് ഒരു ചെറിയൊരു പാരഗ്രാഫ് അതിനകത്തായിരുന്നു. ഫോർമാറ്റ് എല്ലാം കറക്റ്റ്. പിന്നെ ചെറിയൊരു പാരഗ്രാഫ് എഴുതി, ഇമെയിലല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ നമ്മുടെ TV റിപ്പോർട്ടിങ് മറ്റേ ലൈവ് റിപ്പോർട്ട് എഴുതുന്നത്. ലൈവ് റിപ്പോർട്ട് എഴുതി നമ്മൾ അപ്പം നടക്കുന്ന കാര്യമില്ല. അപ്പം നമ്മൾ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടോ. അപ്പം ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഞാൻ എഴുതി. ഞാൻ ഇങ്ങനെയൊക്കെ കൈ പിടിച്ച് വെച്ച് എഴുതാൻ എനിക്കറിയാൻ വയ്യ. ടുഗദർ വിത്ത് ക്യാമറമാൻ അജിത്, മാധു സജി, ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസ് മാധു സജിക്ക് പേര് വന്നത് എനിക്ക് അച്ഛനാണ് ഗൈസ്. പിന്നെ അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പം അതൊക്കെ വന്നു ഗൈസ്. അപ്പം ഞാൻ ആലോചിച്ചു, പ്രെഡിക്ഷനൊക്കെ ഭയങ്കര ഇതാണ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്താൽ പിന്നെ അതിനെ വിപരീതമായിട്ടാണ് വരുന്നത്. എൻ്റെ അച്ഛനമ്മയൊക്കെ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റാണ് പ്രസി റൈറ്റിങ്ങിലോട്ട് പോയത്. ലാസ്റ്റ് പ്രസി റൈറ്റിങ് അവിടെ പക്ഷേ ഇവർ ഈ 169 വേർഡ്സ് എന്ന് പറയുമ്പോൾ 169 വേർഡ്സ് എഴുതണമെന്നാണ് എനിക്ക്. പിന്നെ അതൊക്കെ കവിഞ്ഞ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെത്. കാരണം നമുക്ക് എഴുതണ്ട ഇത്രയും വലിയ പാരഗ്രാഫ് ചെറുതാക്കിയിട്ടാണ് എൻ്റെ ഇതുമെല്ലാമൊക്കെ എഴുതി വെച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് എല്ലാം എഴുതി കഴിഞ്ഞ് തളർന്ന് കിടക്കുമായിരുന്നു എൻ്റെ. എല്ലാം കഴിഞ്ഞപ്പം 10 മിനിറ്റ് എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും എഴുതാമെന്ന് വെച്ച് ഞാൻ വിചാരിച്ച് ഈ സൺറൈസ് കൊണ്ട് ഹിൽസ് ഒന്ന് എഴുതി വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഈ റിവ്യൂ എഴുതി ഞാൻ എൻ്റെ എക്സാം അവിടെ എൻഡ് ചെയ്തു ഗൈസ്. ഓവറോൾ പറയുകയാണെങ്കിൽ എക്സാം ഈസി ആയിരുന്നു. ബട്ട് ഞാനൊരു കാര്യം പറയാം, നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടൂല. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആദ്യമേ പറപ്പിച്ചെഴുതിയോണ്ട് മാത്രമാണ് എനിക്ക് എഴുതാൻ സമയം കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞിരുന്നില്ല. പണ്ടത്തെ ഞാനാണ് ഇപ്പോൾ കരഞ്ഞിരിക്കേണ്ട സമയം കഴിഞ്ഞ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിന് പുറത്തോട്ടിറങ്ങി പിന്നെ പിള്ളേരെയൊക്കെ എടുത്തായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നത് കമൻസിലൊന്ന് അറിയിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ പറഞ്ഞതൊക്കെ തന്നെ ഫോണിൽ തൊണ്ടിരിക്കാതെ പോയിരുന്ന് പഠിച്ചോ. നാളെ കെമിസ്ട്രിയാണ്. ബൈ.